നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 60 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് ബാധിത മരണസംഖ്യ 2632 ഉയർന്നു. 7313 പേർക്കാണ് പുതുതായി കോവിഡ് ബാധയേറ്റത്. 4,40,000 ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൗദിയിൽ മരണസംഖ്യയും രോഗികളുടെ എണ്ണവും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. 48 മരണവും 3943 പുതിയ കേസുകളുമാണ് പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ സൗദിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗൾഫിലെ മറ്റിടങ്ങളിൽ സ്ഥിതിഗതികൾ നല്ല മാറ്റമുണ്ട്. ഒമാനിൽ 6, ഖത്തറിൽ 3, കുവൈറ്റിൽ 2, UAE-യിൽ 1 മാത്രമാണ് മരണം രേഖപ്പെടുത്തിയത്. ഖത്തറിലും ഒമാനിലും രോഗികളുടെ എണ്ണം 1000-നും ചുവടെ തന്നെ. UAE-യിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബി എമിറേറ്റിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന രേഖ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 48 മണിക്കൂറിനിടയിൽ നടത്തിയ പരിശോധനയുടെ രേഖ ഹാജരാക്കിയാൽ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇത് അൽ ഹുസൈൻ ആപ്പ് വഴിയോ ആശുപത്രികൾ അയക്കുന്ന SMS ആയോ അതിർത്തിയിൽ കാണിക്കണം. അബുദാബി എമിറേറ്റിലേക്ക് പ്രവേശിക്കാൻ 3 ആഴ്ച നിലനിൽക്കുന്ന വിലക്ക് നാളെ അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ചരക്ക് ഗതാഗതം, തപാൽ ഉരുപ്പടികൾ എന്നിവയുടെ സഞ്ചാരത്തിന് ഈ നിബന്ധന ബാധകമല്ലെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. മാസ്ക് ധരിക്കൽ, വാഹനങ്ങൾക്കുള്ളിലും സാമൂഹിക അകലം പാലിക്കൽ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ മുൻകരുതൽ നടപടികളും പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിലെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയതായി ടൂറിസം മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകൾക്കായുള്ള മാർഗനിർദ്ദേശത്തിലാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ച പ്രതിരോധ നടപടികൾ പാലിക്കുന്നതിനൊപ്പം സഞ്ചാരികൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ നൽകിയ പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. റിസർവേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെന്ന കാര്യവും ഉറപ്പാക്കണം. പരമാവധി 15 പേർ വരെയുള്ള ചെറുസംഘങ്ങളായി വേണം സഞ്ചാരികളെ കൊണ്ടുപോകാൻ. കുവൈറ്റിൽ ചൊവ്വാഴ്ച മുതൽ കർഫ്യൂ സമയം രാത്രി 8 മുതൽ രാവിലെ 5 വരെയാക്കും. നിലവിൽ 7 മുതൽ 5 വരെയാണ് ഉള്ളത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ 2ാം ഘട്ടം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 30% ജീവനക്കാരുമായി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും. റൊട്ടേഷൻ അടിസ്ഥാനത്തിലാവും ജീവനക്കാർക്ക് ജോലിക്കെത്താൻ നിർദ്ദേശം നൽകുക. സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഹെഡ് സെന്ററുകൾ എന്നിവ ഒഴികെ സ്വകാര്യ സ്ഥാപനങ്ങൾ 30% ജീവനക്കാരുമായി പ്രവർത്തിക്കാം. മോളുകളും 30% ശേഷിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നത് കാരണം രാജ്യത്ത് COVID-19 കേസുകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും മഹാമാരി അവസാനിച്ചതായി ഇതിനർത്ഥമില്ലെന്ന് ദേശീയ സാംക്രമിക മുന്നൊരുക്ക സമിതി സഹാധ്യക്ഷനും നാഷണൽ COVID-19 സ്ട്രാറ്റജിക് ഗ്രൂപ്പ് അധ്യക്ഷനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാൽ മുന്നറിയിപ്പ് നൽകി. സ്വദേശികളിലും രാജ്യത്തെ പ്രവാസി പ്രൊഫഷണലുകളിലും COVID-19 കേസുകൾ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രായമായവരുടെയും മാറാവ്യാധിയുള്ളവരുടെയും ഉയർന്ന അനുപാതമുള്ള ജനസംഖ്യ ഈ ഗ്രൂപ്പിലുള്ളതിനാൽ കൂടുതൽ ആശങ്കയുണ്ടെന്നും ഡോക്ടർ അൽ ഖാൽ വ്യക്തമാക്കി. COVID-19 തുടർന്ന് നിർത്തലാക്കിയ ഖത്തർ എയർവേസിന്റെ സർവീസുകൾ പുനരാരംഭിച്ച് ഖത്തർ എയർവേസ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് COVID-19 നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ 45 നഗരങ്ങളിലേക്ക് പ്രതിവാരം 270-ലധികം സർവീസുകളാണ് ഖത്തർ എയർവേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കൂടുതൽ നീക്കുന്നതോടെ ആഗോളതലത്തിൽ സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് ഖത്തർ എയർവേസ് നീക്കം. ഉടൻ തന്നെ കൂടുതൽ നഗരങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ആരംഭിച്ചതിന് ശേഷം ബഹ്റൈനിൽ നിന്ന് ഇതുവരെ നാട്ടിലെത്തിയത് കൈക്കുഞ്ഞുങ്ങളടക്കം 6800-ലധികം ആളുകൾ. വന്ദേ ഭാരത് വിമാനങ്ങളിലും ചാർട്ടേഡ് വിമാനങ്ങളിലുമായാണ് ഇത്രയും പേർ ഇന്ത്യയിലെത്തിയത്. വന്ദേ ഭാരത് ദൗത്യത്തിൽ കൊച്ചിയിലേക്ക് 897 പേരും തിരുവനന്തപുരത്തേക്ക് 1070 പേരും കോഴിക്കോട്ടേക്ക് 726 പേരുമാണ് പോയത്. ആകെ 2693 പേരാണ് ഈ വിമാനങ്ങളിൽ നാട്ടിലെത്തിയത്. കൊച്ചിയിലേക്ക് 5-ഉം തിരുവനന്തപുരത്തേക്ക് 6-ഉം കോഴിക്കോട്ടേക്ക് 4-ഉം സർവീസുകളാണ് വന്ദേ ഭാരത് ദൗത്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയത്. കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കുമായി 25 ചാർട്ടേഡ് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ഇതുവഴി 4175 പേർ കേരളത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വന്ദേ ഭാരത് മിഷന്റെ 4ാം ഘട്ടത്തിൽ 908 റിയാലിന് കേരളത്തിലേക്ക് സർവീസ് നടത്താൻ എയർ ഇന്ത്യ. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് എയർ ഇന്ത്യ ടിക്കറ്റ് നൽകാൻ ഒരുങ്ങുന്നത്. ജൂലൈ 1 മുതൽ 15% വർദ്ധിക്കുന്ന മൂല്യവർദ്ധിത നികുതി അടക്കം 908 റിയാലിനാണ് റിയാദിൽ നിന്ന് കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന UAE-യിലെ ആരാധനാലയങ്ങൾ നാളെ, അതായത് ജൂലൈ 1 മുതൽ വീണ്ടും തുറക്കും. ഇതിനു മുന്നോടിയായി
നടപടിയായി അണുനശീകരണം ഉൾപ്പെടെ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ നടന്നു വരികയാണ്. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും ആളുകളെ പ്രവേശിപ്പിക്കുകയെന്ന് അധികൃതർ പറയുകയുണ്ടായി. വെള്ളിയാഴ്ച ജുമുഅ പ്രാർത്ഥന മറ്റൊരറിയിപ്പ് വരുന്നതുവരെ ഉണ്ടായിരിക്കില്ലെന്നും വ്യക്തമാക്കി. കാർഷികോൽപാദന രംഗത്ത് സുസ്ഥിര വളർച്ച നേടുന്നത് രാജ്യവികസനത്തിന് പ്രധാനമാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി. ഭക്ഷ്യമേഖലയിൽ ആശ്രിതത്വം പൂർണ്ണമായും ഒഴിവാക്കി ഉൽപാദനം കൂട്ടാനുള്ള കർമ്മ പരിപാടികൾ ഊർജിതമാക്കുന്നതായിരിക്കും. ഇതിനായി ബജറ്റിൽ 32 കോടി ദിർഹം അധികം വകയിരുത്തിയതായും മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പഠന ഗവേഷണങ്ങൾ നടത്താനും പദ്ധതികൾക്ക് രൂപം നൽകാനുമുള്ള ദേശീയ സംവിധാനത്തിനും അംഗീകാരം നൽകി കഴിഞ്ഞു. രാജ്യാന്തര വിമാന സർവീസ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കാൻ കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിച്ചതായി റിപ്പോർട്ട്. 3 ഘട്ടങ്ങളിലായിട്ടാകും വാണിജ്യാടിസ്ഥാന വിമാന സർവീസ് പുനരാരംഭിക്കുകയെന്ന് സർവീസ് വക്താവ് താരിഖ് അൽ മുസ്രം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ 30% സർവീസ് തുടങ്ങും, പിന്നീട് 60% മൂന്നാം ഘട്ടത്തിൽ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കും. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മാർച്ച് ആദ്യവാരമാണ് കുവൈറ്റിൽ നിന്നുള്ള രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ വിദേശങ്ങളിൽ കുടുങ്ങിയ സ്വദേശികളെ തിരിച്ചെത്തിക്കാനും രാജ്യത്തുള്ള വിദേശികളെ ഒഴിപ്പിക്കാനുമുള്ള സർവീസുകളും ചരക്ക് നീക്കവും തുടരുന്നുണ്ട്. ജനുവരി 1 ശേഷം തൊഴിൽ വിസ, കാലാവധി കഴിയാത്ത പാസ്പോർട്ട് എന്നിവയുമായി നാട്ടിൽ വരികയും ലോക്ക്ഡൌൺ കാരണം മടങ്ങിപ്പോകാൻ കഴിയാത്തതുമായ പ്രവാസി മലയാളികൾക്ക് സർക്കാർ നോർക്ക വഴി പ്രഖ്യാപിച്ച ധനസഹായ വിതരണം ആരംഭിച്ചതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. 5000 രൂപയാണ് അർഹരായവർക്ക് നൽകുന്നത്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചവർക്ക് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി തുടങ്ങിയിരിക്കുകയാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത പ്രവാസികൾക്ക് NRO അല്ലെങ്കിൽ സ്വദേശത്തുള്ള ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ഇത്തരം അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബന്ധുത്വം തെളിയിക്കുന്നതിനുള്ള മതിയായ രേഖകൾ സമർപ്പിച്ച ഭാര്യ അഥവാ ഭർത്താവിന്റെ അക്കൗണ്ട് എന്നിവയിലേക്കാണ് തുക അയക്കുന്നത്. പണം അയക്കില്ലെന്നും നോർക്ക വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.